ഫുഡ് അഡിക്ട്സ് ബൈ നീതു. അപ്പോൾ എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 2 ദിവസം ഞാൻ ലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പണി തകൃതി നടക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് സൗണ്ടൊക്കെ കാരണം എനിക്ക് ലഞ്ച് വീഡിയോ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ലഞ്ച് വീഡിയോ ചെയ്യണമെന്നൊരു കാരണം, ഇന്ന് നമ്മുടെ നല്ല ഹൈല ഇങ്ങനെ മുളക് ചാറ് പറ്റിച്ച് വെച്ചത്, എന്തൊരു സ്മെല്ലാന്നറിയോ, അതുണ്ട്. നല്ല ചാള ഫ്രൈ ചെയ്തതുണ്ട്. പിന്നെ കുറേ കറികളുണ്ട്. പെട്ടെന്ന് വിളമ്പിയാലോ, എനിക്ക് വെച്ചിട്ടുള്ള 2:30 ആവാറായി. നമ്മുടെ 50% തമിഴുള്ള നല്ല കൊത്തരിച്ചോറ്. ഇന്ന് ചോറിന് ചൂടൊന്നുമില്ല. രാവിലെ പാത്തൂട്ടം പോണതിന് മുമ്പേ ചോറൊക്കെ വെച്ചത് കാരണം ചൂടില്ലാത്ത ചോറാണ്. അപ്പം എനിക്കറിയാട്ടോ അയില വറ്റിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിച്ചതെന്ന് പറയാൻ ഇഷ്ടം എന്താണ്. അപ്പം നമ്മുടെ അയില പറ്റിച്ചത്, നല്ല എരിയാണ് കേട്ടോ ഈ കറിക്ക്. നല്ല സ്മെല്ല്. എനിക്കിത് കൂട്ടിയാലും ഉണയിക്കാൻ തോന്നുന്നു. ഉരുള പിടിച്ചു വേണം. പിന്നെ നമ്മുടെ ചാളക്കുട്ടന്മാരെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അയിലക്കറി, ചാള ഫ്രൈ. ഇനി കുറച്ച് കടല റോസ്റ്റ്. പാത്തോട്ടിന് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പാത്തോട്ടിന് സ്കൂളിലേക്ക് ഇതും അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചത്, തൈരും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു വിട്ടു. അപ്പോൾ അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്ന് പിണ്ടി തോരൻ വെച്ചിരുന്നു. പിണ്ടി, നാടൻ പിണ്ടിയാണേ. അപ്പോൾ കുറച്ച് പിണ്ടിയും കൂടെ വിളമ്പിയെടുത്തു. പിണ്ടിയും തൈരും കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. കടലയും തൈരും കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. ഇനി നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈര്. പിന്നെ പാത്തുക്കുട്ടന് സ്കൂളിലേക്ക് ചെത്തുമാങ്ങ അച്ചാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പറയാം, അമ്മ ഇതല്ല ചെത്തുമാങ്ങ, കുരുകുരാന്നരിഞ്ഞ ചെത്തുമാങ്ങാന്ന്. ഞങ്ങൾ പറഞ്ഞു ഇതാണ് ചെത്തുമാങ്ങ, അത് മറ്റേ കുരുകുരാന്നരിഞ്ഞ മാങ്ങയാന്ന് പറഞ്ഞ് കളിപ്പിച്ചു. അപ്പോൾ അത് ഞാൻ ഇവിടെ ആട്ടോ നമ്മളെ കുറച്ച്. പിന്നെ അടിപൊളി ഒരു സാധനമുണ്ട്, എൻ്റെ പ്രഭാമയുടെ നെല്ലിക്ക അച്ചാർ. ഇന്ന് ഇട്ടിട്ടേ ഉള്ളൂ. ശരിക്കും ഇന്നല്ല ടേസ്റ്റ് വരാം, ഒരു 2 days കഴിയുമ്പോൾ. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ തീർക്കുന്നുള്ളതാണ് സത്യം. അപ്പം നെല്ലിക്ക അച്ചാറും ഈ തൈരും കൂടെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ തൈരിൻ്റെ അടുത്ത് തന്നെ നെല്ലിക്ക അച്ചാർ വിളമ്പിയിട്ട്, നെല്ലിക്കയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന അച്ചാറാട്ടോ. പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വന്ന് ഞാൻ ശരിക്കും ഒരു കൊതിച്ചാണ്. ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നത്തെ കറി വിളമ്പാനായിട്ട്. നമ്മൾ വെള്ളിരിക്കയും മുരിങ്ങക്കോലും ചെമ്മീനും ഒക്കെ ഇട്ട് കറി വെക്കില്ല, അതിൽ ചെമ്മീൻ ഇല്ലാതെ അതുപോലെ കറി വെച്ചേക്കണാണേ. ഇത് അമ്മ ഉണ്ടാക്കിയ കറിയാണ്. കുറച്ച് കറിയും എടുത്തു. ദേ എൻ്റെ പ്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരുപാട് അടിപൊളി കോമ്പിനേഷനാണ്, പെട്ടെന്ന് കഴിക്കാം. അപ്പം ആദ്യം ഞാൻ കഴിക്കാൻ പോണം നമ്മുടെ അയില മുളകിട്ട കറി. ഇത്തിരി ചൂട് ചോറായിരുന്നെങ്കിൽ പൊളിച്ചേനെ. സൂപ്പർ. ഞാൻ പറഞ്ഞത് നല്ല എരിവാണേ. ഇന്ന് ചാള ചെറുതായിട്ട് ഫ്രൈ ചെയ്താട്ടോ, പൊള്ളിച്ചെടുത്തല്ല. സൂപ്പർ. എനിക്കിനി നെല്ലിക്ക അച്ചാറ് നമ്മൾ പറഞ്ഞ അമ്മയെ കൊണ്ടാക്കിച്ചതാണ്. എനിക്ക് നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഉടച്ചിട്ട് തൈരും ചേർത്ത് കൊണ്ടണം. നെല്ലിക്ക അങ്ങോട്ട് അടുത്തിട്ടില്ല. ഒരു 2 ദിവസം കഴിഞ്ഞെങ്കിൽ കിട്ടില്ല ടേസ്റ്റായാലും. ഇപ്പം ഇച്ചിരി പുളിയുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടിയില്ല. നമ്മുടെ കടല റോസ്റ്റും കൂടെ ചേർത്ത് ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ.